ഹായ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി. തേങ്ങാപ്പാലും ആണ് കേട്ടോ, തേങ്ങ അരച്ച് ചേർക്കരുത്, തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ ഇത് വെജ് സ്റ്റൂ അല്ല, വെജ് കുറുമ എന്ന് പറയാം. പക്ഷെ തേങ്ങ അരച്ച് ചേർക്കാത്തതുകൊണ്ട് നമ്മൾ വെജ് കുറുമ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആവില്ല. ഞാനൊരു വെജിറ്റബിൾ കറിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വെജിറ്റബിൾ കറി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവിന് കുരുമുളക് പൊടി ചേർക്കാം, കുരുമുളക് ചേർക്കാം, പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ, കുരുമുളകും പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെജിറ്റബിൾ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രോസൺ പീസോ ഫ്രഷ് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഡ്രൈ ഗ്രീൻ പീസോ എടുക്കാം. ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ 8 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് കുറച്ച് ബീൻസ്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ സവോള, ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു വലിയ ഉരുളക്കിഴങ്ങ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ഏലക്ക, 3 ഗ്രാമ്പു, 3 പീസ് ചെറിയ പട്ട. പിന്നെ നമുക്ക് 3 പച്ചമുളക് വേണം. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്, അതുകൊണ്ടാണ് അധികം പച്ചമുളക് എടുക്കാത്തത്. പിന്നെ കുറച്ച് മല്ലിയില എടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും ബീൻസും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തു. ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ബീൻസ്, സവോള ഇതെല്ലാം ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ ഗ്രീൻ പീസ് 1 വിസിൽ വരുന്നത് വരെ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചതിന് ശേഷം മാത്രം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, ഈ വെജിറ്റബിൾസിനെല്ലാം ആവശ്യമായ ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2ാം പാലുണ്ടല്ലോ, 2ാം പാല് ഒഴിച്ചു കൊടുക്കുക. 2ാം പാല് മുഴുവനെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഞാനൊരു 3/4 ഭാഗം 2ാം പാലും ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 2ാം പാല് മുഴുവനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാല് ചീറ്റി തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തത്. ഇനി ഇതെല്ലാം ചേർത്ത് 1 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കർ 1 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി ഞാൻ കുക്കർ തുറന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു പാൻ വയ്ക്കുകയാണ്. ഇതിലേക്ക് വളരെ ചെറിയ അളവിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. വെളിച്ചെണ്ണയിലോ നെയ്യിലോ ഈ ഒരു റെസിപ്പി ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആദ്യം നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചൂടായി പൊട്ടി വരുന്നതോടുകൂടി തന്നെ, വല്ലാതെ കുരുമുളക് പൊട്ടുന്നതിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കണ്ട. കുരുമുളക് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കണ്ടോ പൊട്ടി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് കാഷ്യൂനട്ട് ചേർക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. കാഷ്യൂനട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 5-6 കാഷ്യൂനട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഇതിനിടയിൽ തന്നെ കുരുമുളക് പൊട്ടി വന്നുകൊണ്ടിരുന്നോളും. കാഷ്യൂനട്ടിൻ്റെ കളർ വല്ലാതെ മാറിപ്പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. കുരുമുളകും കാഷ്യൂനട്ടും എല്ലാം കുക്ക് ആയിക്കോളും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, ഇത് രണ്ടും ചേർക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2ാം പാല് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ മസാലകളുടെ ഫ്ലേവർ ഒന്ന് നമ്മുടെ വെജിറ്റബിൾസിന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇട്ടിട്ട് തിളപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ്
ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും. ഇപ്പോൾ ഈ 2ാം പാല് തിളച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2ാം പാല് തിളച്ചാലും നമുക്ക് പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1ാം പാല് ചേർക്കുകയാണ്. ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. 1ാം പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം കുറുകി വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് കറി എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിൻ്റെ പീസൊന്നും കാണാനില്ല കേട്ടോ. ഇതുണ്ട് ഇത്രയും ചെറുതായിട്ട് ഉടഞ്ഞ് തന്നെ പോയി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയില. മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വെജിറ്റബിൾ കുറുമ എന്നും പറയാം, കറി എന്നും പറയാം. വെജിറ്റബിൾ സ്റ്റൂ അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ആണെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഗരം മസാലയൊന്നും ചേർക്കില്ല. ഇത് ഗരം മസാലയും നമ്മുടെ പെരിഞ്ജീരകമൊക്കെ ചേർക്കുമ്പോൾ സ്റ്റൂ അല്ലാതായി മാറും. അതുകൊണ്ടാണ് ഞാൻ കറി എന്നും പറയാം കുറുമ എന്നും പറയാം എന്ന് പറഞ്ഞത്. രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ എല്ലാവരും അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക കേട്ടോ. ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.